ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആഹാ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ മോളെ? നേരത്തെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞതല്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ല മുത്തശ്ശി. അതെന്താ? നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യവും നടക്കുന്ന എനിക്കൊരു ഉറപ്പുമില്ല. എടി, നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ. നീ സമാധാനമായിട്ടിരിക്ക്. രാധികയെയും കണിമംഗലത്തുള്ളവരെയും ഞാൻ ഞെട്ടിച്ചിരിക്കും. അതല്ല മുത്തശ്ശി, എത്രയോ തവണ എത്രയോ കാര്യങ്ങളിൽ രാധിക കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ഭഗവാൻ കൃഷ്ണൻ അവൾക്ക് കാവൽ നിൽക്കുന്ന പോലെയാ. അതുകൊണ്ടാ നമ്മളിങ്ങനെ അടിക്കടി തോറ്റു പോകുന്നത്. എടി, ഭഗവാന്റെ ശക്തിയിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ പുരാണങ്ങൾ പഠിച്ച കൂട്ടത്തില് ചിലത് നീ പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ പറഞ്ഞ മഹാശക്തിയുള്ള ഭഗവാന്മാരൊക്കെ അവരുടെ ദോഷനാളുകളിൽ അനുഭവിച്ച് തീർത്തത് കേട്ടിട്ടുണ്ടോ? എന്തിന്, രാധികയുടെ ഇഷ്ടമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അവസാന കാലത്തെ ഒരു വേടനെയ്ത് അമ്പേറ്റാ മരിച്ചത്. എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു ദോഷകാലമുണ്ട്. ആ ദോഷകാലം കൃത്യമായി മുന്നിൽ വന്നു നിന്ന മനുഷ്യനെ കൊണ്ടും തടുക്കാൻ പറ്റില്ല, ദൈവത്തിനെ കൊണ്ടും തടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ദോഷ സമയമാ രാധികയുടെയും വരുണിന്റെയും മുമ്പിൽ നിൽക്കുന്നത്. ആ സമയം ഉപയോഗിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നത് ആരെയാ? എന്നെയും നിന്നെയും. മോള് ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. എന്നിട്ടേ നാളെ രാവിലെ എഴുന്നേറ്റ് മുത്തശ്ശി പറഞ്ഞ കാര്യം അതുപോലെ അങ്ങ് ചെയ്താ മതി. എനിക്ക് കുറച്ച് പേടിയുണ്ട്. ഞാൻ എന്താടി കേൾക്കുന്നേ? എന്റെ കൊച്ചുമോക്ക് പേടിയോ? എടി, പേടിക്കാനുള്ളവര് ലോകത്ത് ഒരുപാട് പേരുണ്ട്. അവര് പേടിച്ചോട്ടെ. പക്ഷേ നീയോ ഞാനോ പേടിക്കാൻ പാടില്ല. കിടന്നുറങ്ങും മോളെ. സുകുമാരി ഇത്രയും കാലം കണ്ണിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ചതും നീ ഇത്രയും കാലം കിടന്ന് അനുഭവിച്ചതും ഒക്കെ നമ്മൾ തീർക്കാൻ പോവാ. എന്നേക്കുമായിട്ട് തീർക്കാൻ പോവാ.